ബബ്ലു ബബ്ലു മോനെ ബബ്ലു മോനെ എവിടെ? രാത്രി ഉക്കൊന്നുമില്ലേ? ബബ്ലുവേ, നമ്മുടെ തക്കര എവിടെടി? നമ്മുടെ തക്കരക്കുട്ടി എവിടെടി? അച്ചോടാ അച്ചോടോ, നിങ്ങൾ കിടന്നുറങ്ങ് കേട്ടാ. ഇനി രാവിലെ തുറന്നു വിടാം. ഓക്കെ? ആ ഉറങ്ങിക്കോ. എത്ര നേരം ഇവിടെ എന്തൊക്കെ പണി ഒപ്പിച്ച് വെക്കുന്നു. ഇത്തിരി നേരമല്ലേ കൂട്ടുന്ന ഇടുന്നുള്ളൂ. ഇത്തിരി നേരം ഉറങ്ങാം. ശിംബാനെ മാത്രം തുറന്നു വിടുള്ളൂ കേട്ടാ. ശിംബ മാത്രം പുറത്ത് വരൂ. കുറച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞുമണി തുറന്നു വിടാം. കുഞ്ഞുമണി പുറത്ത് വരരുത്. കണ്ടില്ലേ സാമർത്ഥ്യം? നീ പോവരുത്. വിടുവാ സിംബ പോ. ആ ബബ്ലുവിനിട്ട് കടിക്കും. ഞാൻ സിംബയ്ക്ക് ഒരു സാധനം തരാം. കൂട്ടിക്കയറ്. ഉമ്മ തരാം ഒരു സാധനം തരാം. ഉമ്മ ഒരു സാധനം തരാം. എടാ നിന്നോട് കൂട്ടിക്കയറല്ലേ പറഞ്ഞു. കയറ്. നീ ആ ബബ്ലുവിനെ കടിക്കാൻ പോവല്ലേ? ബബ്ലു അടിക്കാ. എന്നാ കുഞ്ഞുമണി അതിനെ തല്ലല്ലടാ. എന്നാ കുഞ്ഞുണ്ണി ഇന്നടി എന്നാ ഇവിടെ നോക്കുന്നു. എന്നാ ഉമ്മൻ്റെ കൈ കടിക്കരുത്. അതോ അത് താഴെ തട്ടി വിട്ടു. ഉമ്മ എടുത്ത് തരാം. എന്നാ കൈ കടിക്കില്ല മോനെ. കഴിച്ചോ. ബബ്ലു ഇങ്ങോട്ട് വാടി. ബബ്ലു അവൻ്റെ അടി കൊള്ളല്ലേ. ഇനി കുറച്ച് കഴിഞ്ഞ് കുഞ്ഞുമണ്ണ് തുറന്നു പറഞ്ഞു. അത് ഞാൻ നോമ്പ് തുറന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അവൻ രണ്ടാളെ പിടിച്ചിട്ട് കൂട്ടിലാക്കിയതാണ്. അല്ലെങ്കിൽ നമ്മളെ കഴിക്കാൻ പറ്റില്ല. ടേബിളിൻ്റെ മുകളിൽ കയറിയിട്ട് ഞങ്ങളിപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ടു. ബബ്ലു ആണ് കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ താഴെ ഇങ്ങോട്ട് വന്നതാണ്. ബബ്ലു കഴിക്കുന്ന സമയത്ത് ഇവർ രണ്ടാളെ കൂട്ടി പിടിച്ചിട്ടില്ലെങ്കിൽ നടക്കില്ല. എന്താ വെച്ചാൽ പാത്രമൊക്കെ തട്ടി മറിച്ച് നമ്മളെ കഴിക്കാനും വിടില്ല. ഭയങ്കര ഇതാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പൊന്നിൽ തുറന്നിടും കേട്ടാ. നമുക്ക് ഇത്തിരി പണിയുണ്ട്. പാത്രം കഴിയാക്കട്ടെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് തുറന്നിടാം. തുറന്ന് വിട്ടിട്ട് ഇത്തിരി അവിടെ കിടന്നു. ബബ്ലു നോക്കണുണ്ടോ? എനിക്ക് അങ്ങനെ തല്ലു പിടിക്കാൻ പോകും. ബബ്ലുവിൻ്റെ നടത്തം കണ്ടില്ലേ? ബബ്ലു എവിടെ? നമ്മുടെ ബബ്ലു എവിടെ? എന്നിട്ട് ബബ്ലുവിന് താഴെ തിന്നാട്ട് കൊടുത്തതാ. ബബ്ലു മോനെ, ബബ്ലുവേ, ബബ്ലു കുട്ടനെവിടെ? അമ്മയുടെ ബബ്ലു എവിടെ? ബബ്ലു കിടക്കണുണ്ടോ പുലിക്കുട്ടി? അച്ചൂടോ. ഇറച്ചി മീനൊക്കെ നന്നായി കഴിക്കും. ഇത്തിരിയല്ലേ ഉള്ളൂ. എന്തൊരു ഇഷ്ടമാണെന്നറിയോ? ഇറച്ചി മീനിൻ്റെ മണം അങ്ങോട്ട് അടിച്ചാൽ പിന്നെ ആളടങ്ങിയിരിക്കില്ല. അവിടെ കിടന്ന് ഒരേ ബഹളമായിരിക്കും. പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഒരുമ ഇത് മിന്നുവാണ് കേട്ടതാണ്. ഓടിയോ മിന്നു ഇവിടെ കിടന്ന് പെട്ടതേ ഓടിയാണ് ചേച്ചി. മോൻ കണ്ടല്ലോ എനിക്കറിയുള്ളൂ. തല തഴിച്ചിരിക്കുമായിരുന്നില്ല. ഇതേ ഓടി ഒരുക്കുത്താ സിംബ കുഞ്ഞ. മാമ ഒക്കെ കഴിച്ച്. ഇന്നിപ്പോൾ ക്യാറ്റ് ഫുഡല്ല. രാത്രിക്ക് ഞാൻ മീൻ വേവിച്ച് കൊടുത്തായിരുന്നു. നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ മീനൊക്കെ വേവിച്ച് അവർക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു. നോമ്പല്ലേ എൻ്റെ പഠിച്ചവന് ഇവിടെ എന്തൊരു ചൂടാണെന്നറിയാമോ? ചൂട് സഹിക്കാൻ വയ്യ. ചുണ്ടേടി മാമ ആണ് ചുണ്ടേടി. അത് കണ്ടാ കളി തന്നെ ആശാനെ. ബബ്ലു ഓടുക പൊന്നെ. പൊന്നുനെ അരെ പൊന്നുനെ എവിടെ? ഞാൻ പിടിച്ചാലെന്ന് പറഞ്ഞിട്ട് എനിക്ക് എടുക്കുന്ന ഇഷ്ടമല്ല. അബ്ലു കുട്ടി. അയ്യോ നോമ്പ് തന്നിട്ട് ഭയങ്കര ക്ഷീണം. ചൂടും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ. ഹലോ മീനു. എന്താണ് കള്ളങ്ങോട്ടം നോക്കുന്നത്? എന്താണ് നമ്മളെ സൈറ്റ് അടിക്കുകയാണ് കേട്ടോ നീ? കണ്ടും കണ്ട് ഇങ്ങനെ ഷൈറ്റ് അടിക്കുകയാണോ? ആണോ? ചിമ്പോ ഷൈറ്റ് അടിക്കുന്നില്ലടാ മനെ. ചിമ്പോ തൊട്ട് തന്നെ കടിക്കാൻ വരും. കടിക്കല്ലേ മുത്തേ. അമ്മ പാവല്ലടാ. അമ്മ സ്നേഹം കൊണ്ട് ഇങ്ങനെ പതുക്കെ മുട്ടിച്ചല്ലേ ഉള്ളതേ ബബ്ലുമാ. വീര കണ്ണു കൊഴി കാഞ്ച് കിടക്കരുവായ ഏ വീര. ഇതൊരു ഷോട്ട് നമ്മളിമ്പത്തേട്ടരി ഹിംബ നമ്മുടെ സ്വത്താണ് കേട്ടോ. നമ്മുടെ സ്വത്താണ് കണ്ടോ. നമ്മുടെ സ്വത്താണിത്. നമ്മുടെ സ്വത്ത് മന. എങ്ങനെ ഇപ്പം ഉമ്മാന്ന് വെച്ചാൽ
ഉമ്മ ഉമ്മ കള്ള നേട്ടം മുരുമ തെറ്റേ കച്ചിട്ടേ മീശക്കാരൻ മീശക്കാരൻ മാധവന് ദോഷത്തിന് നാശ ഹൈ ഉമ്മ കച്ച് പോയിട്ട് മിന്നെ പിടിച്ചണ്ടി അയ്യോ ചൂടുണ്ട് നിൽക്കാൻ പറ്റുന്നില്ല ബബ്ലു ഒരി ഉറങ്ങില്ലേ ഉറങ്ങില്ലേന്ന് ഫ്രണ്ട്സ് നോമ്പൊക്കെ തുറന്നിട്ടേ ഭയങ്കര ക്ഷീണമാകുന്നു കുറച്ച് ഞാൻ കിടക്കണം തലക്ക് അതിനോട്ട് പോയാൽ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. നമ്മുടെ കുഞ്ഞുങ്ങളെ തുറന്നു വിട്ടിട്ടുവാണെങ്കിൽ കിടന്നുറങ്ങാം. പോയി കിടക്കാൻ ഇത്തിരി നേരം കിടക്കണം എനിക്ക്. ഇതിപ്പോൾ ഞാൻ സിമ്മ നോക്കിയാൽ നടക്കുന്നത്. അപ്പോൾ ചൂട് കൂടുതലായപ്പോൾ അവൻ്റെ പിന്നെ പോകുന്നുണ്ടെങ്കിൽ ചൂട് കൂടുതലായപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര ഇതാണ് കിടക്കാനും ഇതിനൊക്കെ. ഡാഡാ എവിടേക്കാണ് എത്ര കഴിച്ചിട്ടും കാര്യമില്ല. പിന്നെ അതിൻ്റെ മുകളിൽ പിടിച്ച് കയറും. ഇന്ന് എത്ര മീനൊക്കെ കഴിച്ചതാ. ഇപ്പോൾ അടുപ്പിൽ കളിക്കിപ്പോൾ കുഞ്ഞുമണി തുറന്നുകൂടെ പിന്നെ തല്ലൂടെ എഴുതി രണ്ടാളും കേട്ടാ തല്ലൂടരുത്. എനിക്കൊരു സ്വഭാവമുണ്ട്. ഫുഡൊക്കെ കഴിച്ചതിന് ചെറുതായിട്ട് ഒന്നിൽ ചായ കുടിക്കണം, അല്ലെങ്കിൽ ഹോർലിക്സ് ഇറക്കി കുടിക്കും. എപ്പോഴും ഹോർലിക്സ് ഇറക്കി കുടിക്കില്ല, എപ്പോഴെങ്കിലും. പക്ഷെ ഈ ചായ അത് തീർച്ചയായിട്ടും വേണം. ചായ ഇല്ലാതെ എന്നെക്കൊണ്ട് പറ്റില്ല. ഫുഡ് കഴിക്കാണ്ട് വേണമെങ്കിൽ ഇരിക്കും എത്ര വേണമെങ്കിലും, പക്ഷെ ചായ ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല. ചായ ബബ്ലു ഡി ഹോർലിക്സ് വേണോ? അപ്പോൾ അതേ കുറച്ച് ഹോർലിക്സ് കുടിക്കാൻ പോകണം. അപ്പോൾ ഇത്തിരി മധുരം ചെറുതായിട്ട് മറ്റേ ബ്രൗൺ ഷുഗറാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ ഷുഗർ ഫ്രീൻ്റെ ഇതാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇടയ്ക്ക് പഞ്ചസാര കഴിക്കാൻ തോന്നുന്നുണ്ട്. പഞ്ചസാരയുടെ മധുരം എന്ന് പറഞ്ഞാൽ അത് മധുരം തന്നെയാണല്ലോ, ഇടയ്ക്ക് കഴിക്കാൻ തോന്നുന്നത്. അപ്പോൾ അത് ഈ ബ്രൗൺ ഷുഗറിൻ്റെ ഇവിടെ അത് കഴിക്കും. ഇപ്പോൾ ഇവിടെ കുട്ടികൾക്കാണെങ്കിൽ ഉപയോഗിക്കുന്നത് വെള്ളം അല്ലെങ്കിൽ നമ്മുടെ ബ്രൗൺ ഷുഗർ അതാണ്. എൻ്റെ ഒരു കുഞ്ഞുമണി ഇമ്മ തുറന്നു വിടാം. അമ്മ കുറച്ച് നേരം തുറന്നു വിടാം കേട്ടോ. അമ്മ അത് കുടിച്ചിട്ട് ഇപ്പോൾ വരാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോയിൽ കാണാം. ഞാൻ ഇത് കുടിച്ചിട്ട് ഇത്തിരി ഒന്ന് കിടക്കട്ടെ, ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പോൾ ഓക്കെ ബൈ.